ഇനി നമ്മൾ അടുത്തത് സംസാരിക്കുന്നത് ഇസ്ലാമിൽ അടിമകൾ ഉണ്ടായാൽ അവർക്കുള്ള റൈറ്റ്സ്, അവകാശങ്ങൾ അതെന്ത് എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ മെൻഷൻ ചെയ്തൊരു വിഷയമാണത്. എന്താ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്? ഖദ് അലിംനാ മാ ഫറദ്നാ അലൈഹിം ഫി അസ്വാജിഹിം വമാ മലകത് അയ്മാനുഹും. അവരുടെ ഭാര്യമാരുടെയും അവരുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം. അപ്പോൾ വലത് കൈകൾ ഉടമപ്പെടുത്തിയവർ എന്ന് പറഞ്ഞെങ്കിൽ മിൽക്കി യമീൻ, അടിമകളാണ് ഉദ്ദേശം. അവരുടെ കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുമ്പോൾ ഈ അടിമകളുടെ വിഷയത്തിൽ കുറേ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് വഴിയെ കേൾക്കാൻ പോകുന്നത്. അടിമകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകളുടെ മനസ്സിൽ ബന്ധനങ്ങളിൽ, തൊഴിലിടങ്ങളിൽ, ഫാക്ടറികളിലും ഖനികളിലുമൊക്കെ നിഷ്ഠൂര മർദ്ദനങ്ങൾക്ക്, പീഡനങ്ങൾക്ക്, ബലാത്കാരങ്ങൾക്ക് വിധേയരായിട്ട് ഇങ്ങനെ ഒരു വിഭാഗം ആളുകളാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം അടിമകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായാൽ എങ്ങനെ അവരോട് വർത്തിക്കണം, അവർക്ക് എന്ത് അവകാശമുണ്ട് എന്നുള്ളത് പഠിപ്പിച്ചത് നമ്മൾ വായിക്കുമ്പോൾ അവിശ്വസനീയമാണ് അടിമകളോടുള്ള പെരുമാറ്റത്തിൻ്റെ വിഷയങ്ങൾ. അതിൽ ഒന്നാമത്തേത് അടിമ എന്ന് വിളിക്കപ്പെടാൻ പാടില്ല എന്നുള്ളത്. ഒരടിമയെയും അടിമ എന്ന് വിളിക്കാൻ പാടുള്ളതല്ല, അടിമ സ്ത്രീ എന്ന് വിളിക്കാൻ പാടില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എൻ്റെ അബ്ദ് അടിമ, എൻ്റെ അമത്ത് അടിമ പെണ്ണ് എന്ന് ആരും വിളിച്ചു പോകരുത്. നിങ്ങളെല്ലാവരും അള്ളാഹുവിൻ്റെ അടിമകളാണ്, എല്ലാ മനുഷ്യരും അള്ളാഹിൻ്റെ അടിമകളാണ്. ഒരാളെയും എൻ്റെ അടിമ എന്ന് വിളിക്കരുത്, അടിമ പെണ്ണ് എന്ന് വിളിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കി. നിങ്ങളെല്ലാവരും അള്ളാഹിൻ്റെ അടിമകളാണ്, നിങ്ങളിലെ സ്ത്രീകൾ അള്ളാഹുവിൻ്റെ അടിയാത്തികളുമാണ്. അതുകൊണ്ട് വിളിക്കാൻ പറ്റില്ല. വിളിക്കേണ്ടത് പറഞ്ഞു കൊടുത്ത് ഗുലാമി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫത്താ എന്ന് വിളിക്കാം. അതൊരു ഇകഴ്ത്തലിൻ്റെ പ്രയോഗമല്ല ഗുലാം എന്നുള്ളതും ഫത്ത എന്നും ഒക്കെ വിളിക്കുന്നത്, മനസ്സിലല്ലേ? ഇപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജ്ഞാനം അന്വേഷിച്ച് പോയ യാത്ര ഉണ്ടോ? അതിൽ യാത്രയിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടാരാ? വൈദ് ഖാല മൂസ ലി ഫതാഹു, മൂസ തൻ്റെ ഫത്തയോട് പറഞ്ഞു എന്നാണ്. ഫത്താര? ഫത്ത ഒരു നബിയാണ്. യൂഷഅ ബിൻ നൂൻ, യൂഷഅ ബിൻ നൂനെ ഫത്ത എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഫത്ത എന്ന് പ്രയോഗിക്കാൻ പറഞ്ഞു, ഫതാത്ത് പെണ്ണാണ് എങ്കിൽ. അതുപോലെ ഗുലാം എന്ന് വിളിക്കാൻ പറഞ്ഞു. ഗുലാമും ഒരു ഇകഴ്ത്തലിൻ്റെ പ്രയോഗമൊന്നുമല്ല. ഗുലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഭാഷയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം മിറാജിൻ്റെ രാവിൽ സന്ധിക്കുമ്പോഴുണ്ടല്ലോ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കരയുന്ന ഒരു വിഷയമുണ്ട്. അപ്പോൾ ആ കരച്ചിലിൻ്റെ വിഷയത്തിൽ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം പ്രയോഗിക്കുന്നുണ്ട്, എൻ്റെ കാലശേഷം വരുന്ന ഒരു ഗുലാം, അദ്ദേഹത്തിന് തന്നേക്കാൾ സ്വീകാര്യത അനുയായി വൃന്ദം കൂടുതൽ എന്ന് പറഞ്ഞിട്ടാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ആ ഒരു പരിഭവം വരുന്നത്. അവിടെ ഗുലാം എന്നാണ് പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ ഗുലാം പ്രയോഗിക്കാം, ഫത്ത പ്രയോഗിക്കാം, പക്ഷേ ഒരിക്കലും അടിമയാണ് എൻ്റെ അടിമ എന്ന് വിളിക്കാൻ പാടില്ല, അടിമ പെണ്ണ് എന്ന് വിളിക്കാൻ പാടില്ല. അത് ഇസ്ലാം വിലക്കി. നോക്കി നിങ്ങൾ. പിന്നെന്താ വിളിക്കുക? അല്ല, പിന്നെ ആരാണ് തൻ്റെ കീഴിൽ ഒരു വ്യക്തി വന്നാൽ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അൽ മംലൂക്ക് അഖൂക എന്നാണ്. അടിമ താങ്കളുടെ സഹോദരനാണ്. ഇഖ്വാനുക്കും ഖവലുക്കും, നിങ്ങളുടെ അടിമകൾ നിങ്ങളുടെ സഹോദരങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിമ ഉടമ അവരുടെ ബന്ധം സാഹോദര്യമായിട്ടാണ് വിശേഷിപ്പിച്ചത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രയോഗിച്ചത്. അടിമ സഹോദരനാണ്, അടിമകൾ സഹോദരങ്ങളാണ്. ഇതൊക്കെ സഹിയായി വന്ന ഹദീസിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അതിൻ്റെ പ്രയോഗം ഹദീസിനി നമുക്ക് വരും. ഈ സാഹോദര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വർത്തനങ്ങൾ ഇവിടെ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ഈ മൗലന്മാരുണ്ടായിരുന്നു. മോചിപ്പിച്ചതിന് ശേഷം അവർക്ക് പറയുന്ന പേരാണ് മൗല. ഉടമക്കും മൗല എന്ന് പറയും, അടിമക്കും മൗല എന്ന് പറയും, ഒരേ പേരാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലന്മാരിൽ ഒരാളാണല്ലോ ഉസാമ ഇബ്നു സെയ്ദ് നമ്മൾ നേരത്തെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പുത്രൻ ഉസാമ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ തൊലിപ്പുറം അല്പം നിറം മങ്ങി കറുപ്പായി കാണപ്പെട്ടിരുന്നു. ഉസാമ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രം വായിക്കുമ്പോൾ ഒരിക്കൽ പിന്നെ ഇബ്നു മാജ നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഈ ഉസാമ ഓടി വന്നപ്പോൾ വാതിൽപ്പടി ഉണ്ടല്ലോ അതിന്മേൽ തടഞ്ഞാണ്ട് വീണ്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തല പൊട്ടി രക്തം കിനിഞ്ഞ്.
അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ എടുത്തിട്ടുണ്ടായിരുന്നു. ആയിഷയോട് പറഞ്ഞു അമീത്തി അൻഹുലാദ, ആ ഇത് തുടച്ചു കൊടുക്കാൻ പറഞ്ഞു. വീണ അടയാളമുണ്ട്, മണ്ണായിട്ടുണ്ടാകും, പിന്നെ ചോരയും. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ത് ചെയ്ത് പിന്നെ അവർക്കൊരു പ്രയാസം അത് തുടക്കാൻ. ചിലപ്പോൾ രക്തം കണ്ടിട്ടായിരിക്കാം, എന്തായാലും അവർക്കൊരു പ്രയാസം. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ ചെയ്ത്, ഫജഅല യമുസ്സുദ്ദമ ബിഫമിഹി സുമ്മ യമുജുഹു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസാമയുടെ തലയിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ആ രക്തം തൻ്റെ വായ കൊണ്ട് വലിച്ചെടുത്തു. മസ്സ നന്നാണ്, അത് നക്കിയെടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തുപ്പാൻ തുടങ്ങിയെന്നാണ്. ഫജഅല യമുസ്സുദ്ദമ അൻ വജിഹി ബിഫമിഹി സുമ്മ യമുജുഹു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി ഒരു കൗതുകം പറയാണ്, ലൗ കാനത് ഉസാമ ജാരിയതൻ ലകസൗതുഹു വലഹല്ലൈതുഹു എന്നാണ്. ഉസാമ ഒരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ ഞാൻ നല്ല ഉടുപ്പുകൾ ധരിപ്പിക്കുമായിരുന്നു, ആഭരണങ്ങൾ ധരിപ്പിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. എന്നെ ചെറിയ കുട്ടിയാണ്, അപ്പോൾ ഒരു പെൺകുട്ടിയായിരുന്നെങ്കിൽ നല്ലൊരു ഉടുപ്പൊക്കെ ഇട്ടെടുത്ത് ആഭരണങ്ങളൊക്കെ ധരിപ്പിച്ച് ഞാൻ ഓമനിക്കുമായിരുന്നു എന്ന് വരെ ഉസാമയുടെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ഒരു അടിമ, ആ അടിമയോടുള്ള ആ വർത്തനം, അതാണ് പിന്നെ നമ്മളിവിടെ വായിക്കുന്നത്. അതാണ് ഇസ്ലാമിൻ്റെ സാഹോദര്യം അടിമയും ഉടമയും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വിഷയത്തിൽ. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ പ്രഖ്യാപനം മാത്രമല്ല, ഈ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കുന്ന പെരുമാറ്റങ്ങളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നുണ്ടായിരുന്നത്. ഹസൻ എന്ന പൗത്രരെ കാലിൻ്റെ ഒരു തുടയിൽ വെക്കും, ഉസാമ എന്ന ഈ മൗലയെ മറ്റേ കാൽ തുടയിൽ വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അണച്ചുപൂട്ടി, അല്ലാഹുമ്മ ഇന്നി ഉഹിബ്ബുഹുമ ഫഅഹിബ്ബഹുമ, അല്ലാഹുവേ ഇവരെ രണ്ടുപേരെയും ഞാൻ ഇഷ്ടപ്പെടുന്നു, ഇവരെ ഇരുവരെയും നീ ഇഷ്ടപ്പെടണമേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. വലിയ ചരിത്രങ്ങളാണ് ഈ അടിമകളുടെ വിഷയത്തിൽ. സ്വന്തം മൗലാത്തായ ഉമ്മു ഐമൻ ബറക റളിയല്ലാഹു തആല റസൂലുള്ളാഹി ഉമ്മ എന്ന് വിളിച്ചായിരുന്നു പരിചരിച്ചിരുന്നത്, അവരെ പിന്നെ അഭിസംബോധന ചെയ്തിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രങ്ങളൊക്കെ ആ വിഷയത്തിൽ യഥേഷ്ടമാണ്.